ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് KTU. അടുത്തായിട്ട് പഠിക്കുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ ഇസ് ഡിഫൈൻഡ് ആസ് യു ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു 1 ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ 0 ടി ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഗ്രാഫ് വരുന്നത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്നാണ് പറയുന്നത്. അതായത് ടി എന്ന് പറയുന്ന ഇത് ടി ആണ്, ഇത് യു ഓഫ് ടി ആണെങ്കിൽ യു ഓഫ് ടി ആണെങ്കിൽ യു ഓഫ് ടി ആണ്. ടി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിയിൽ നിന്നും ഇത് എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇത് 1. ഇവിടെ മുതലാണ് നമ്മുടെ ഇത് വരുന്നത്, ലൈൻ വരുന്നത്. ഇതാണ് ഇതിന്റെ ഫിഗർ വരുന്നത്. മറ്റേത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ലെസ് ദാൻ എ വരുമ്പോഴത്തേക്ക് 0 ആയിരിക്കും. ഇതാണ് 0. ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. നമ്മൾ ഇതിനകത്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ഈ ഫോർമുല നിങ്ങൾ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. എൽ ഓഫ് യു ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഡിവൈഡ് ബൈ എസ് ആണ്. ഇനി നമ്മൾ ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇനി അടുത്തത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഉണ്ട്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം നമ്മൾ പഠിച്ച പോലെ തന്നെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ട്, ഈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ടുള്ളത്. 2023 ജൂണിൽ എ പാർട്ടിലാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കുന്നത്. 2023 ജൂണിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. Find the Laplace transform of e raised to minus 3t u of t minus 1. സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ എന്താണ് യു ഓഫ് ടി മൈനസ് 1 എന്ന് അറിയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്താ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ആണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്നിട്ട് നിങ്ങൾ അതിന്റെ ഇക്വേഷൻ എന്ന് ഫോർമുല എന്ന് എഴുതുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇ റേസ് ടു മൈനസ് എ എസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. ഇതിവിടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഓഫ് ടി മൈനസ് 1 ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തൊട്ട് ഫ്രണ്ടിലുള്ള ഇ റേസ് ടു 3t എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ യു ഓഫ് ടി മൈനസ് എ ആകുമ്പോൾ നമ്മുടെ എഫിനകത്ത് എന്ത് ടി മൈനസ് എ എന്ന് പറഞ്ഞ ടേമുണ്ട്. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് ഇ റേസ് ടു മൈനസ് 3t ഉള്ളൂ. അപ്പോൾ ഇ റേസ് ടു മൈനസ് 3tക്ക് അകത്തും നമ്മൾ ടി മൈനസ് 1 നമ്മൾ ചെയ്യണം. എന്നിട്ട് വേണം ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇ റേസ് ടു മൈനസ് 3tന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 1 ആഡ് ചെയ്യുന്നു, ഒരു 1 കുറയ്ക്കുന്നു, ഒരു 1 ആഡ് ചെയ്യുന്നു ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടി മൈനസ് 1 എന്ന് പറയുന്ന ഒറ്റ ടേം ആയിട്ട് എടുക്കണം. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കും. 3നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ ഇ റേസ് ടു മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 1 മൈനസ് 3 എന്ന് കിട്ടുന്നു ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 എന്ന് കിട്ടും. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇ റേസ് ടു മൈനസ് 3t മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 3 യു ഓഫ് ടി മൈനസ് 1 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് എന്തെടുക്കാം? ഇനി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് 3t യു ഓഫ് ടി മൈനസ് 1 ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 1 ഇ റേസ് ടു മൈനസ് 3 യു ഓഫ് ടി മൈനസ് 1. ആ ഇ റേസ് ടു മൈനസ് 3 എന്ന് പറയുന്നിടത്ത് വെളിയിലിട്ടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു 3 ഇൻറ്റു ടി മൈനസ് 1 യു ഓഫ് ടി മൈനസ് 1 ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ഇവിടെ കണ്ടോ ടി മൈനസ് 1. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി എന്താണ്? ഇ റേസ് ടു മൈനസ് എ എസ് എന്നല്ലേ. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? ഇ റേസ് ടു മൈനസ് 3. ഇത് നോക്കിയാൽ ഈ ടി മൈനസ് 1 എന്നാണ് കിടക്കുന്നല്ലേ. അപ്പൊ ടി മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടി മൈനസ് 1 ഓർക്കുന്നുണ്ടോ? ടി മൈനസ് 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ
3 e raised to minus 3 of t minus 1. അപ്പോൾ ടി മൈനസ് ടിക്ക് അകത്ത് നമ്മൾ ടി മൈനസ് 1 കൊടുക്കും. ടിക്ക് അകത്ത് നമ്മൾ ടി മൈനസ് 1 കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫോമിൽ അല്ലേ ഇ റേസ് ടു മൈനസ് എ എസ്. ഇപ്പൊ എന്താ വരുന്നത്? ഇ റേസ് ടു മൈനസ് എസ് വന്നു. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1 ആണ് ഇൻറ്റു എൽ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്ത് കിട്ടുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് 3t എന്നാണ്. ക്ലിയർ? ഇതെങ്ങനെയാ വന്നത്? നമ്മുടെ മറ്റേ പ്രോപ്പർട്ടി ഇല്ലേ ഇ റേസ് ടു മൈനസ് എ എസ് എൽ ഓഫ് എഫ് ഓഫ് ടി, അത് വെച്ചിട്ടാണ് വന്നത്. ഇവിടെ 3a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1. ഇവിടെ ടി ഉള്ളിടത്ത് നമ്മൾ എന്താ കൊടുക്കുന്നത്? ടി മൈനസ് 1 കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇ റേസ് ടു ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാം എയുടെ വാല്യൂ എന്താ? യു ഓഫ് ടി മൈനസ് എ എന്നല്ലേ. അപ്പോൾ എയുടെ വാല്യൂ -1, എയുടെ വാല്യൂ 1 ആണ്, -1 അല്ല 1 ആണ്. ഇനി ഇപ്പൊ നമുക്ക് എന്തിടാം? ഇ റേസ് ടു മൈനസ് 3 ഇ റേസ് ടു മൈനസ് എസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് 3 തന്നെ 1/s പ്ലസ് 3 ആണ്. അപ്പൊ നമുക്ക് ഇ റേസ് ടു -3 മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 എന്ന് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 എന്ന് എഴുതാം. ഒരു മൈനസ് എടുത്ത് വെളിയിട്ടാൽ പോരെ. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ നമുക്ക് ചെയ്യാം. നോക്കൂ, ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് 1. അപ്പൊ എന്താ നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ എഴുതിയാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടും. എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് എൽ ഓഫ് എഫ് ഓഫ് ടി എന്നല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ ഇവിടുത്തെ എന്താ? എൽ ഓഫ് ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് 1. ഇത് രണ്ടിലും എന്താ ടി മൈനസ് 1 ഉണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം ഇ റേസ് ടു മൈനസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എസ്. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്താ എഫ് ഓഫ് ടി എന്താണ് ഇവിടെ? എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി സ്ക്വയർ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടുന്നു? ഇ റേസ് ടു മൈനസ് എസ് ടു ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് ക്യൂബ്. 2 e raised to minus s divided by s cube. ഇതെങ്ങനെയാ എഫ് ഓഫ് ടി ടി സ്ക്വയർ കിട്ടിയത്? അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടി ഉള്ളിടത്ത് ടി മൈനസ് 1 കൊടുത്തു എന്നല്ലേ. ടി മൈനസ് 1 അതായത് ടി ഉള്ളിടത്ത് ടി മൈനസ് 1 കൊടുത്തു എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത് തന്നെ. ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലേ, ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ആ -1 മാറ്റി നിർത്തുക. -1 മാറ്റി നിർത്തി ബാക്കിയുള്ളതാണ് ടി സ്ക്വയർ. അതാണ് നമ്മുടെ ടി -1 മാറാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇ റേസ് ടു മൈനസ് എസ് കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, ടി -1 മാറാനാണ് നമ്മൾ ഇ റേസ് ടു മൈനസ് എസ് കൊടുക്കുന്നത്. ഇനി അപ്പൊ അടുത്ത ക്വസ്റ്റ്യനും 2017 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടി സ്ക്വയർ യു ഓഫ് ടി മൈനസ് 1. അപ്പൊ എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ u of t minus a is equal to e raised to minus as L of f of t എന്നാണ് വരുന്നത്. അതായത് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി സ്ക്വയറിനകത്ത് ടി മൈനസ് 1 എന്ന് പറഞ്ഞൊരു ടേം ആണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ടൈമിൽ ഒരു 1 ആഡ് ചെയ്യുന്നു, ഒരു 1 കുറയ്ക്കുന്നു, ഒരു 1 ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ സ്ക്വയറിനകത്ത് ടി സ്ക്വയറിനകത്താണ് കൊടുക്കുന്നത്. അപ്പോൾ യു ഓഫ് ടി മൈനസ് 1. ഇനി എന്താ ഇതിന്റെ ആൻസർ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് ഇതാക്കുമ്പോൾ എന്ത് കിട്ടുന്നത്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഇനി ആ യു ഓഫ് ടി മൈനസ് 1 നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 പ്ലസ് അടുത്ത ടൈമിലോ 2 ഇൻറ്റു ടി മൈനസ് 1 യു ഓഫ് ടി മൈനസ് 1 പ്ലസ് യു ഓഫ് ടി മൈനസ് 1. ഇനി ഇതിന്റെ ലാപ്ലേസ് കാണാം അല്ലേ. ഇതിന്റെ ലാപ്ലേസ് ടി സ്ക്വയർ
u of t minus 1 is equal to Laplace of ഓരോന്നിന്റെ t minus 1 the whole square u of t minus 1 plus 2 into Laplace of t minus 1 u of t minus 1 plus Laplace of u of t minus 1 u of t minus 1. ഫസ്റ്റ് ടേമിന്റെ എന്താണ് t minus 1 the whole square minus t minus 1 the whole square into u of t minus 1 എന്നല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു u into t minus a നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവിടെ കണ്ടോ t minus 1 the whole square. അപ്പോൾ e raised to എയുടെ വാല്യൂ എന്താണ് 1 ആണ്. അപ്പോൾ e raised to minus s into Laplace transform of ഇവിടെ കണ്ടോ -1 ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്ത് കിട്ടുന്നു t square plus 2 into ഇതിന്റെ എന്താണ് ഇതിൻ്റെത് e raised to minus s l of t. ഇതിന്റെ നമുക്കറിയാമല്ലോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u of t minus 1 എന്താ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u of t minus 1 നമുക്ക് പ്രോപ്പർട്ടി ഇല്ലേ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u into t minus a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് e raised to minus as by s അല്ലേ. ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് കൊടുക്കുമ്പോൾ ഇവിടെ a എന്താണ് 1 അല്ലേ. അപ്പോൾ e raised to minus s divided by s which is equal to e raised to minus s. ഇതെന്ത് കിട്ടുന്നു 2 factorial divided by s cube കിട്ടുന്നു അല്ലേ. പ്ലസ് 2 into e raised to s e raised to minus s 1 by s square plus e raised to minus s divided by s. ഓക്കെ, അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ നമുക്കപ്പോൾ എന്താ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയണം. ടി സ്ക്വയറിന്റെ എങ്ങനെ വന്നതെന്ന് അറിയാമല്ലോ. ടി റേസ് ടു എന്നിനെ എന്താണ് ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു n plus 1 ആണ്. അങ്ങനെയാണ് ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു 2 plus 1 3. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ ഇത് ഒന്നുകൂടെ ശരിക്കൊന്ന് എഴുതിക്കോട്ടെ. ഇത് 3 ആണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന ഇൻവേഴ്സ് ലാപ്ലേസ് ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഇത് പഠിക്കാം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇ റേസ്റ്റ് മൈനസ് എ എസ് എൽ ഓഫ് എഫ് ഓഫ് ടി എന്നാണല്ലോ നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നേരെ തിരിഞ്ഞു വരും. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ്റ്റ് മൈനസ് എ എസ് ഈ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, എൽ ഓഫ് എഫ് ഓഫ് ടിന് നമുക്ക് എങ്ങനെ എഴുതാം എഫ് ഓഫ് എസ് എന്ന് എഴുതാം. അപ്പോൾ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇതങ്ങനെ ചോദിക്കാറില്ല, ചോദിച്ചാൽ നിങ്ങൾ എഴുതണം, അത്രയേ ഉള്ളൂ. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഇ റേസ് ടു മൈനസ് 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 25 ഇസിക്കൽ എന്താ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 3s എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 25 എന്ന് എഴുതും. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഈ ഒരു ടേം ഉണ്ടല്ലോ, ഈ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 5t ആണ് വരുന്നത്. അതായത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 5t അല്ലേ, കോസ് 5. അപ്പൊ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. എഫ് ഓഫ് ടി മൈനസ് എ എന്നല്ലേ, അപ്പോ കോസ് ഓഫ് 5t മൈനസ് 3 കോസ് ഓഫ് 5 ഇൻറ്റു ടി മൈനസ് 3.
ടിക്കകത്തല്ലേ, cos of 5 into t minus 3 into u of t minus 3. അതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ തന്നെ കുറച്ച് നോട്ട്സ് ആയിട്ട് നമ്മൾ ഒരു 4 ടൈപ്പ് പഠിക്കുന്നുണ്ട്. അതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് പ്രോബ്ലം ആണ്. അതായത് നമുക്കൊരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ തരും, എന്നിട്ട് അതിനെ നമ്മൾ കുറച്ച് ഫംഗ്ഷൻസ് തരും, അതിനെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഒരു ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിന്റെ ലാപ്ലേസ് കാണാനായിട്ടാണ്. ക്വസ്റ്റ്യൻ തേടി ഇങ്ങനെ ഒരു പാർട്ട് ഇങ്ങനെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടീനെ നമുക്ക് ജി ഓഫ് ടി ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ടി ലെസ് ദാൻ എന്ന് തന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് ടിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്നുള്ള ഫോർമുലയാണ് നമ്മൾ ആക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ, ഈ ഒരു ഫോർമാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ഈ ബോക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഇക്വേഷൻ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കണം. അത് മാത്രമല്ല ഓർത്ത് വെക്കേണ്ടത്, ഈ എഫ് ഓഫ് ടിയുടെ ഈ ഒരു ഫോം നിങ്ങൾ ഓർത്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ടി എങ്ങനെയാണ് വരുന്നത്, ജി ഓഫ് ടി എ ലെസ് ദാൻ ടി ലെസ് ദാൻ ബി. അതായത് ടിയുടെ വാല്യൂ എക്കും ബിക്കും ഇടയിലാണ്, 0 അതർവൈസ്. അപ്പൊ നമുക്ക് എഫ് ഓഫ് ടി എങ്ങനെയാണ് വരുന്നത്, എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി ഓഫ് യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് ബി എന്ന് പറയുന്ന ഫോമിലാണ് വരുന്നത്. മൂന്നാമത്തെ ടൈപ്പ് എങ്ങനെയാ, ജി വൺ ഓഫ് ടി എന്നും ജി ടു ഓഫ് ടി എന്നും രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ജി വൺ ഓഫ് ടി ടി ലെസ് ദാൻ എ ആണ് ജി വൺ ഓഫ് ടി. ജി ടു ഓഫ് ടി ആകുമ്പോൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആവും. അവിടുത്തെ എഫ് ഓഫ് ടിയുടെ ഫോർമുല എന്ന് പറയുന്നത് എങ്ങനെയാണ്, ജി വൺ ഓഫ് ടി എ പ്ലസ് ജി ടു ഓഫ് ടി മൈനസ് ജി വൺ ഓഫ് ടി എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്നാണ് വരുന്നത്. ഇനി അതല്ല, നമ്മുടെ എഫ് ഓഫ് ടിയുടെ ഫോർമാറ്റ് എങ്ങനെയാണ്, ജി വൺ ഓഫ് ടി എ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, ജി ടു ഓഫ് ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എ, ജി ത്രീ ഓഫ് ടി ടി ഗ്രേറ്റർ ദാൻ ബി ആയാൽ നമ്മുടെ എഫ് ഓഫ് ടിയുടെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത്, ജി വൺ ഓഫ് ടി പ്ലസ് ജി ടു ഓഫ് ടി മൈനസ് ജി വൺ ഓഫ് ടി എ ഓഫ് യു ഓഫ് ടി മൈനസ് എ പ്ലസ് ജി ത്രീ ഓഫ് ടി മൈനസ് ജി ടു ഓഫ് ടി യു ഓഫ് ടി മൈനസ് ബി. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1, express the function in terms of ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രസ് ദ ഫംഗ്ഷൻ in terms of unit step function and hence find its Laplace transform. ഓക്കെ, അതായത് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു നമുക്ക് തന്നേക്കുന്നത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, 0 ടി ലെസ് ദാൻ 3. അപ്പോൾ ഇതിന്റെ എഫ് ഓഫ് ടിയുടെ ഫോർമാറ്റ്, അതായത് ഇങ്ങനെ ഒരു ടൈപ്പ് തന്നു കഴിഞ്ഞാൽ അതിന്റെ എഫ് ഓഫ് ടി നമുക്ക് അറിയണം. എഫ് ഓഫ് ടി എങ്ങനെയായിരുന്നു, ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, നമ്മളപ്പോൾ മുകളിൽ എഴുതിയിട്ടുള്ളതായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേണം ഇത് എടുക്കാൻ. ഇവിടെ കണ്ടോ, എഫ് ഓഫ് ടി ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, 0 ടി ലെസ് ദാൻ. അപ്പോൾ ഇതാണ് ബോക്സ് ചെയ്തേക്കുന്നതാണ് ഇതിന്റെ ഒരു എഫ് ഓഫ് ടിയുടെ ഫോർമാറ്റ്, അതായത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടുത്തെ എന്താ എഫ് ഓഫ് ടി വരുന്നത് എങ്ങനെയാണ്, കമ്പയർ ചെയ്യുമ്പോൾ ജി ഓഫ് ടി എന്താണ്, ടി ആണ്, ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 ആണ് വരുന്നത്. ഇനി ഇതിന്റെ ലാപ്ലേസ് ആണ് എടുക്കുന്നത്. അപ്പൊ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ത് വരുന്നു, എൽ ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 എന്നാണ് വന്നത്. അപ്പൊ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ മറ്റേ റിസൾട്ട് വെച്ചിട്ട് എന്താ, സെക്കൻഡ് ഷിഫ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് ഈ ടിക്കകത്തും ടി മൈനസ് 3 വേണമെന്നല്ലേ പഠിച്ചിട്ടുള്ളത്. അതെങ്ങനെയായിരുന്നു ഇക്വേഷൻ, അതായത് എൽ ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എ എസ് എൽ ഓഫ് എഫ് ഓഫ് ടി ആയിരിക്കും. എങ്ങനെ ചെയ്യാം ഇത്, ഇറ്റ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് ടി മൈനസ് 3 ടി മൈനസ് 3 ടി മൈനസ് 3 പ്ലസ് 3
യു ഓഫ് ടി മൈനസ് ത്രീ. ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ എഴുതുന്നത് വരുന്നില്ല. യു ഓഫ് ടി മൈനസ് ത്രീ. ഓക്കെ, ഇനി യു ഓഫ് ടി മൈനസ് ത്രീ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് ത്രീ ഇൻറ്റു യു ഓഫ് ടി മൈനസ് ത്രീ പ്ലസ് ത്രീ ഇൻറ്റു ഓരോ ടൈം, സെക്കൻഡ് ടൈം 3 ആണ്, ഫസ്റ്റ് ബ്രാക്കറ്റിൽ യു ഇൻറ്റു അല്ല ടി 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് ത്രീ എന്ന് കിട്ടും. ഇനി ഇതിനെ ലാപ്ലേസ് കാണുകയാണ്, അപ്പൊ സ്പ്ലിറ്റ് ആക്കാം. ലാപ്ലേസ് ഓഫ് ടി മൈനസ് ത്രീ യു ഓഫ് ടി മൈനസ് ത്രീ പ്ലസ് 3 ഇൻറ്റു ലാപ്ലേസ് ഓഫ് യു ഓഫ് ടി മൈനസ് ത്രീ വിച്ച് ഈസ് ഈക്വൽ, ഇത് എന്ത് കിട്ടുന്നു? ഇത് നമുക്ക് ഇ റേസ് ടു മൈനസ് 3s എൽ ഓഫ് ടി എന്ന് കിട്ടുന്നു അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതല്ലേ. ഇതെന്താ? രണ്ടാമത്തെ നമുക്ക് അറിയാല്ലേ, എന്താ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് അല്ലേ? ഇ റേസ് ടു മൈനസ് 3s ബൈ എസ് എന്ന് കിട്ടുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിന്റെ എന്ത് കിട്ടുന്നു? 1 ബൈ എസ് സ്ക്വയർ അല്ലേ? അപ്പോൾ ഇ റേസ് ടു മൈനസ് 3s ബൈ എസ് സ്ക്വയർ പ്ലസ് ഇ റേസ് ടു മൈനസ് 3s ബൈ എസ് എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇവിടെ ഒരു 3 ഉണ്ടായിരുന്നില്ലേ? 3 ഉണ്ടേ, അത് എഴുതാൻ വിട്ടുപോയാ, സോറി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യന് 2 തവണ കേറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പക്ഷെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനും കൂടെ. ഇതിൽ ആദ്യത്തെ 2 പാർട്ടിൻ്റെതാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. മൂന്നാമത്തെ നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല. മൂന്നാമത്തെ ഞാൻ അല്ലാതെ നമുക്ക് അല്ലെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. 3 ടൈപ്പിൻ്റെത്. രണ്ടാമത്തെ ടൈപ്പിൻ്റെത് ഇങ്ങനെ വരുന്നത്. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ 1 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഫോർ ടി ടി ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ ഇത് കണ്ടോ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ടൈം ഉണ്ട് അല്ലേ? അപ്പോൾ 2 ടൈമിന്റെ നമ്മൾ ചെയ്യണം. ആദ്യത്തെ എന്താ? ടി സ്ക്വയറിന്റെ എന്താ വരുന്നത്? ടി സ്ക്വയറിന്റെ എഫ് ഓഫ് ടി, ടി സ്ക്വയറിന്റെ എഫ് ഓഫ് ടി വരുന്നത് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ പ്ലസ് അല്ല മൈനസ് യു ഓഫ് ടി മൈനസ് ബി ആണ്. മൈനസ് ആണ്. പ്ലസ് അടുത്ത എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, അടുത്ത ഫംഗ്ഷൻ 4t. അടുത്തത് ജി ഓഫ് ടി അല്ല ജി ഡാഷ്. ഞാൻ എന്തെങ്കിലും ക്യാപിറ്റൽ ഒരു ടൈം നമ്മൾ ജി ഓഫ് ടി കൊടുത്തില്ലേ? അപ്പൊ അടുത്തത് നമുക്ക് ക്യാപിറ്റൽ ജി ഓഫ് ടി എന്ന് കൊടുക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് എഴുതുന്നതാണ്. നമ്മൾ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് കാണിക്കാനായിട്ട്. ഫസ്റ്റ് ജി ഓഫ് ടി എന്താണ്? ടി സ്ക്വയർ ആണ്. യു ഓഫ് ഇവിടെ എന്താണ്? ടി മൈനസ് എ എന്താണ്? 1 ആണ്. യു ഓഫ് ടി മൈനസ് 2. സെക്കൻഡ് ജി ഓഫ് ടി എന്താണ്? 4t ആണ്. ഇവിടെ എന്താണ്? യു ഓഫ് ടി മൈനസ് 2. ഇത് നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം അല്ലേ? ടി സ്ക്വയർ യു ഇൻറ്റു ടി മൈനസ് 1 മൈനസ് ടി സ്ക്വയർ യു ഓഫ് ടി മൈനസ് 2 പ്ലസ് 4t യു ഓഫ് ടി മൈനസ് 2. ഇവിടെ ടി മൈനസ് 2 വരുന്ന ടേമുകൾ നോക്കി, 2 ടേം ഉണ്ടല്ലേ? ഇത് നമുക്ക് എഴുതാം. അപ്പൊ ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 പ്ലസ് തിരിച്ചെഴുതാം 4t മൈനസ് ടി സ്ക്വയർ യു ഓഫ് ടി മൈനസ് 2 എന്ന് എഴുതാം.
ഇനി ഇതിന്റെ നമുക്ക് എന്താണ് ലാപ്ലേസ് കാണാം. ഇതിനകത്ത് ഫസ്റ്റ് ടൈം നോക്കാം. ഫസ്റ്റ് ടൈമിനകത്ത് t-1 ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ t-1 ആക്കണം. ഇവിടെ എന്താ t-2 ഉണ്ട്. അപ്പൊ t ഉള്ളിടത്ത് t-2 ആക്കണം. വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് 4 ഇൻറ്റു t-2 പ്ലസ് 2 അത് കഴിഞ്ഞ് മൈനസ് t-2 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ അത് കഴിഞ്ഞ് u ഓഫ് t-2 മെയിൻ ബ്രാക്കറ്റും ക്ലോസ് ചെയ്ത്. ഇവിടെ മൈനസ് ആണ്. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോഴാണ് തെറ്റാതെ വേണം ചെയ്യാൻ. ഇതപ്പോൾ എന്താണ് ഹോൾ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു t-1 പ്ലസ് 1 u ഓഫ് t-1 പ്ലസ് 4 ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കുക. 4 ഓഫ് t-2 പ്ലസ് 8 മൈനസ് ഓഫ് സ്ക്വയർ അല്ല, അപ്പോൾ t-2ന്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു t-2 പ്ലസ് 4 എന്തുവാ ഇവിടെ ഒരു വലിയൊരു ബ്രാക്കറ്റ് ഉണ്ടായിരുന്നില്ലേ, u ഓഫ് t-2. u ഓഫ് t-2 ആണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. u ഓഫ് t-2 ഇനി വെട്ടിക്കളയാന് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. t-1 the whole square plus 2 into t-1 plus 1 u of t-1 ഫസ്റ്റ് ടൈം പ്ലസ് അടുത്തത് 4 ഓഫ് t-2 പ്ലസ് 8 മൈനസ് t-2 the whole square മൈനസ് 4 into t-2 മൈനസ് 4 into u of t-2 മെയിൻ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യും. ഈ സാധനം വെട്ടിപ്പോകില്ലേ. ഇനി നമുക്ക് എന്ത് എഴുതാം? ഇനി നമുക്ക് ഈ u ഓഫ് ഇത് ബ്രാക്കറ്റ് അടുത്ത സ്റ്റെപ്പിൽ ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് ടൈം t-1 the whole square into u of t-1, സെക്കൻഡ് 2 into t-1 u of t-1 പ്ലസ് u of t-1 പ്ലസ് 8 into ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നമുക്ക് 8 ഉണ്ട് 4 ഉണ്ടല്ലേ. 8 മൈനസ് 4 4 4 ഇൻറ്റു u ഓഫ് t-2 ഒന്നായി. അടുത്ത വേറെ എന്തുണ്ട്? അടുത്തൊരു മൈനസ് t-2 the whole square ഇൻറ്റു u ഓഫ് t-2 ഒന്നായി. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു.
അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ലാപ്ലേസ് ആണ്. അപ്പോൾ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ഓഫ് ടി മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് വണ് പ്ലസ് 2 into Laplace of t minus 1 u of t minus 1 plus Laplace of u of t minus 1 plus 4 into Laplace of u of t minus 2 minus Laplace of t minus 2 the whole square into u of t minus 2. ഓരോ നമുക്ക് ചെയ്യാം. ഇത് ഫസ്റ്റ് ഇതിൻ്റെത് അറിയാമല്ലോ, എന്തോ അത് e raised to minus s Laplace of t square plus 2 into e raised to minus s Laplace of t plus e raised to minus s by s എന്നാണ് അടുത്തത്. 4 into e raised to minus 2s by s എന്നാണ് മൈനസ് e raised to minus 2s Laplace of t square എന്നാണ് is equal to e raised to minus s 2 factorial divided by s cube plus 2 into e raised to minus s into 1 by s square plus e raised to minus s divided by s plus 4 into e raised to minus 2s by s minus e raised to minus 2s into 2 factorial divided by s cube. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ്. ഇനി ഒരു ടൈപ്പും കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. തേർഡ് ടൈപ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം ആണ്. ഇത് 2018 ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നിങ്ങൾക്ക് ചോദിക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഈ ഒരു മോഡലിലുള്ളത് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ചോദിക്കാനും സാധ്യത വളരെ കുറവാണ്. പിന്നെ ഞാൻ ചെയ്ത് കാണിക്കാം ജസ്റ്റ്. ഇതാണ് ആ ഒരു ടൈപ്പ്. തേർഡ് ടൈപ്പാണ്. തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു g1 of t പ്ലസ് g2 of t മൈനസ് g1 of t u of t മൈനസ് a. അപ്പോൾ ഇത് വെച്ചിട്ട് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി പ്ലസ് ടി സ്ക്വയർ മൈനസ് ടി u of t മൈനസ് 2. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്, ആ ടി കിടക്കുന്ന അതേപോലെ എഴുതിയാൽ മതി. രണ്ടാമത്തെ ടൈം നോക്കാം, ടി മൈനസ് 2 അല്ലേ, അപ്പോൾ ടി ഉള്ളിടത്ത് ടി മൈനസ് 2 കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടുന്നു, ടി മൈനസ് 2 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് ടി മൈനസ് 2 പ്ലസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 ആയി മാറി. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു ടി പ്ലസ്, അടുത്ത നമ്മൾ ഈ ടി മൈനസ് 2 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് 2 പ്ലസ് 4 മൈനസ് ടി മൈനസ് 2 മൈനസ് 2 യു ഓഫ് ടി മൈനസ് 2. ഇനി ആ യു ഓഫ് ടി മൈനസ് 2 നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ടി എ പ്ലസ് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് 2. ഇവിടെ നോക്കി, ടു ഓഫ് ടി മൈനസ് 3 ഉണ്ട്. ഇവിടെ ഒരു 2 അല്ലല്ലോ, 2 ഇൻറ്റു 4 വരും അല്ലേ, 4 വരും. 4 ഓഫ് ടി മൈനസ് 2 വരും. അടുത്തത് ഒരു മൈനസ് ടി മൈനസ് 2 അല്ലേ, അതായത് 4 ടി മൈനസ് 2 നിന്നും ഒരു ടി മൈനസ് 2 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നു, 3 ടി മൈനസ് 2. അപ്പോൾ 3 ടി മൈനസ് 2 യു ഓഫ് ടി മൈനസ് 2 പ്ലസ് 4 യു ഓഫ് ടി മൈനസ് 2 എന്ന് കിട്ടും. ഇതാണ് എഫ് ഓഫ് ടി.
ഇനിയിപ്പോ ഇതിന്റെ ലാപ്ലേസ് ആണ്. അപ്പൊ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ത് കിട്ടുന്നു? എൽ ഓഫ് ടി പ്ലസ് എൽ ഓഫ് ടി മൈനസ് ടു ദ ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് ടു പ്ലസ് 3 ഇൻറ്റു എൽ ഓഫ് ടി മൈനസ് ടു ഇൻറ്റു യു ഓഫ് ടി മൈനസ് ടു. ഓരോന്നിനും ലാപ്ലേസ് കാണുവാണ്. ടി മൈനസ് ടു പ്ലസ് 4 ഇൻറ്റു എൽ ഓഫ് യു ഓഫ് ടി മൈനസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നത്? 1/s സ്ക്വയർ പ്ലസ് എന്താ കിട്ടുന്നത്? ഇ റേസ് ടു മൈനസ് 2s ലാപ്ലേസ് ഓഫ് ടി സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2s ലാപ്ലേസ് ഓഫ് ടി എ പ്ലസ് 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2s ബൈ എസ് എന്ന് കിട്ടുന്നത് അല്ലേ? മറ്റേ പ്രോപ്പർട്ടി ഇല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോ അടുത്ത 1/s സ്ക്വയർ പ്ലസ് ഇ റേസ് ടു മൈനസ് 2s ഇൻറ്റു ഇതെന്ത് കിട്ടുന്നു? 2 ഫാക്ടോറിയൽ ആണ്. 2 അതാണ് 2 ഫാക്ടർ 2 അല്ലേ? എസ് ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2s ഇൻറ്റു 1/s സ്ക്വയർ പ്ലസ് 4 ഇ റേസ് ടു മൈനസ് 2s ബൈ എസ് എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് എക്സാം ഇതുവരെയും ചോദിച്ച് കണ്ടിട്ടില്ല. വേണേൽ ചോദിക്കാം, ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ്, പിന്നെ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിങ്ങിന്റെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി എ, ഡിവിഷൻ ബൈ ടി എ, പിന്നെ ഇൻവേഴ്സിനകത്തോട്ട് കയറി. ഇൻവേഴ്സിൽ തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ഇൻവേഴ്സ് കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഡെറിവേറ്റീവ്സിന്റെ ഉണ്ട്. പിന്നെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിലോട്ട് കയറി. പിന്നെ നമ്മൾ അതിന് മുന്നേ കൺവല്യൂഷൻ വെച്ചിട്ട് ഇൻവേഴ്സ് ഉണ്ട്, പിന്നെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം, പിന്നെ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലം. ഇത്രയാണ് ഇതിനകത്ത് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒന്നാമത്തേത് മുതൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൺവല്യൂഷൻ ആണെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം കണക്റ്റഡ് ആണ്. മാക്സിമം നിങ്ങൾ നോക്കുക, എക്സാമിന് റിസൾട്ടുകളെല്ലാം ഓർത്ത് വെക്കുക. അപ്പോൾ എഴുതി പഠിക്കണം, റിസൾട്ടുകൾ കാണാതെ ഓർത്ത് വെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള പ്രോബ്ലംസ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.